എന്താ കെട്ടിയോളെ? ഒന്നുമില്ല വല്യുഞ്ഞെ. അത് നുണ. കരയായിരുന്നോ? കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ. വല്യുഞ്ഞിന് വെറുതെ തോന്നുന്നതാ. ഞാൻ കരഞ്ഞൊന്നുമില്ല. എന്റെ കെട്ടിയോള് ഇത്ര ഭംഗിയായിട്ട് നുണ പറയാൻ എങ്ങനെ പഠിച്ചു? കരഞ്ഞില്ലെങ്കിൽ പിന്നെ കണ്ണെന്താ ഇങ്ങനെ കലങ്ങിയിരിക്കുന്നേ? അത് കണ്ണിലൊരു കരട് പോയതാ. എന്നാൽ എന്റെ നേരെ നോക്ക്, ഞാൻ ഊതിത്തരാം. അതൊന്നും വേണ്ട വല്യുഞ്ഞെ, അത് പോയി. അമ്മ അടിച്ചതിൽ വിഷമമുണ്ടല്ലേ? അച്ഛൻ ചോദിച്ചോണ്ടല്ലേ എന്റെ കെട്ടിയോള് പായസം കൊടുത്തത്? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ തെറ്റെന്റെ ഭാഗത്തല്ല വല്യുഞ്ഞെ. ഷുഗറുള്ള ഒരാൾക്ക് ഞാൻ പായസം കൊടുക്കാൻ പാടില്ലായിരുന്നു. അതാണ്. അപ്പോ സ്നേഹമുള്ള മരുമകളെ സ്നേഹമുള്ള അമ്മായിയമ്മ സ്നേഹത്തോടെ തല്ലിയതാണെന്ന് കരുതി അതങ്ങ് ക്ഷമിച്ചൂടെ? അതൊന്നും സാരമില്ല. മാഡം തല്ലിയതിനൊന്നും എനിക്ക് സങ്കടമില്ല. ഞാനത് അപ്പോഴേ മറന്നു. ഏതായാലും കല്യാണിയെ മരുമകളായി എന്റെ അച്ഛൻ അംഗീകരിച്ചല്ലോ. അത് പോരെ എന്റെ കെട്ടിയോൾക്ക് ഇതൊക്കെ പൊറുക്കാൻ? എന്തായാലും ഈ കവിള് ചോന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. വേണ്ട, കവളൊന്നും ചുമന്നിട്ടില്ല. ചുവന്നിട്ടുണ്ടാകും, ഉറപ്പാ. ഞാൻ നോക്കട്ടെ. അയ്യോ, അകലെ മേഡം. പ്രിയങ്കെ, നീ എന്തിനാ ഇത്ര പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? പറയാം. അതെ, അതിനെന്തിനാ ഇത്ര സസ്പെൻസ്? ടൈം ബോംബിനെ ടൈം പീസാക്കി രക്ഷപ്പെട്ട കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ. അതെ, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോ ഗംഗ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും നീ പൂ പോലെ ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാനത് ഇവളോട് പറഞ്ഞതുവാ. അതെ, സസ്പെൻസ് കഥ അതാ ഉദ്ദേശിച്ചതെങ്കിലേ അതിപ്പോ നാട്ടില് പാട്ട. ഹേയ്, സസ്പെൻസ് അതല്ല. അതറിയുമ്പോ ആന്റി ഒന്ന് കിടുങ്ങും. പ്രിയങ്കെ, നീ വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. പറയാം. അതിനു മുൻപ് എന്റെ കൂടെപ്പിറപ്പൊന്ന് ചിരിച്ചു കാണട്ടെ. ഒത്തിരി നാളായി കണ്ടിട്ട് എന്നൊരു തോന്നൽ. റിമാൻഡിൽ ജയിലിലേക്ക് പോയപ്പോ നിന്നെ സുരക്ഷിതമാക്കിയിട്ടാണല്ലോ എന്റെ പോക്ക് എന്ന സമാധാനത്തിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി. തിരികെ വരും വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തോ ഉള്ളിലൊരു ഭയമായിരുന്നു. കാണുന്നത് ദുസ്വപ്നങ്ങളും. ഭയം, അതും ക്ഷത്രിയ രക്തത്തിന്. ഭയത്തെ പകയാക്കാൻ പഠിക്കണം. നിനക്ക് പറ്റുമത്? പറ്റണം. പ്രിയങ്കെ, ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം മുടങ്ങി ഇനി എന്താന്ന ചോദ്യവുമായി നിന്നപ്പോഴാ നീ അഖിലയെ കൊണ്ട് കല്യാണം മുടങ്ങിയാലും ഗംഗ തന്നെയാ മരുമകളെന്ന് പറയിപ്പിച്ചത്. അപ്പൊ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ആയുധം വെച്ച് മാത്രം ആരും യുദ്ധം ജയിച്ചിട്ടില്ല ആന്റി. തന്ത്രം ഇറക്കിയേ ജയിച്ചിട്ടുള്ളൂ. അതാ അവിടെ ഞാനും ഇറക്കി കളിച്ചത്. എന്നാലും ജയിലില് 2-3 ദിവസം അതിനകം ടൈം ബോംബ് ടൈം പീസ് ആയില്ലേ? നിരുപാധികം വിട്ടയച്ചത് എന്നെ. ഗംഗെ, ഒരു ഇരുതല മൂർച്ചയുള്ള വാളും തളർത്തില്ല എന്നെ. പക്ഷേ നിന്റെ ഈ കണ്ണൊന്ന് നിറഞ്ഞാ മതി,
എന്റെ ചങ്കുപടയും. ഒന്ന് ചിരിക്കുക ഗംഗേ, ചിരിക്കടാ. ഗുഡ്. ആ ഇനി പറയാ, എന്താ സസ്പെൻസ്? പറഞ്ഞല്ല, കണ്ടറിയ. ഇതെന്താ? നോക്ക് നന്നായിട്ട്, നോക്കി മനസ്സിലാക്ക്. നാളെ തൃച്ചംബരത്തൊരു വിശേഷം ഉണ്ടല്ലോ. തൃച്ചംബരത്ത് വിശേഷോ? ഞങ്ങൾ അറിയാത്ത എന്ത് വിശേഷ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്തപുത്രൻ ആനന്ദ് കൃഷ്ണൻ ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയെ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നു. നാളെ. അതിന്റെ തെളിവാണിത്. പ്രിയങ്കേ, ഇതെങ്ങനെ നിനക്ക്? ഹലോ, ഞാൻ രജിസ്റ്റർ ഓഫീസിൽ നിന്ന്. Okay. വെരി ഗുഡ്. എനിക്കതിന്റെ ഒരു കോപ്പി വേണം, ഇന്ന് തന്നെ. ശരി മാഡം, ശരി. ഓക്കെ, താങ്ക് യു. പ്രിയങ്കേ, കഷ്ടം. ഒരേ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾക്കറിയാൻ കഴിയാത്തത് ഒരുപാട് അകലെ നിന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രിയങ്കേ, ദേ ഈ ഒരു രേഖ മതി. ഇത് വെച്ച് ഞാൻ തൃച്ചംബരം ഇന്നൊരു കുരുതികളാക്കും. പറ്റില്ല ആന്റി. ഈ രേഖ അഖിലാണ്ടേശ്വരിയെ കാണിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആനന്ദ് ബുദ്ധിരാക്ഷസന. അവനിത് ഞാൻ കെട്ടിച്ചമച്ച രേഖയാക്കി മാറ്റും. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ചിന്തിക്കാതെ വേറെ എന്താണ് മാർഗം ചിന്തിക്കുക. ഇപ്പോഴും ആന്റിക്ക് ആ പഴയ പേര് നിലനിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ശകുനിയിൽ മന്ദിരയ്ക്ക് പിറന്നതാണെന്ന്. എനിവേ, എനിക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. എന്തു വേണമെന്ന് നിങ്ങൾ ആലോചിക്കാം. ഓ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, രാത്രി വൈകിട്ടും ശകുന്തള ഇവിടെ സ്വയം മറന്നിരിക്കുകയാണോ? അല്ല, ദാസേട്ടനെ അന്വേഷിക്കില്ലേ?
ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഇരുന്നു പോയതാ. എന്താ എന്റെ കെട്ടിയോള് ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടുന്നത്? ഞാൻ എന്തായിരിക്കും ആലോചിക്കുന്നതെന്ന് വല്യുവിനെ അറിയാലോ. അറിയാം, നാളത്തെ രജിസ്റ്റർ വിവാഹത്തിനെ പറ്റിയല്ലേ. ഉം. അതിന് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഒരു പറ്റം ആൾക്കാർ നോക്കി നിൽക്കെ ആരും അറിയാതെ ഈ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ. പിന്നെ നാളത്തെ ഈ രജിസ്റ്റർ മാരേജ്. നീ ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കഴുത്തിൽ കിടക്കുന്നത് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ കെട്ടിയ താലിയ. സന്തോഷമായിട്ടിരിക്കേണ്ട കെട്ടിയോളെ. വല്യുവിന്റെ അടുത്തുള്ള ഏത് നിമിഷവും എനിക്ക് സന്തോഷം തന്നെയാ. ശിവരാമൻ സാറ് എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചല്ലോ. അത് തന്നെ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമല്ലേ. വൈകാതെ അമ്മയും അംഗീകരിക്കും. അംഗീകരിച്ചേ പറ്റൂ. ഇതുപോലൊരു മരുമകളെ കിട്ടുന്നത് ഏതൊരു അമ്മായിമ്മയുടെ ഭാഗ്യല്ലേ. നിനക്ക് കിട്ടുന്നത് മഹാഭാഗ്യവും. പോ വല്യുഞ്ഞെ, കളിയാക്കാണ്ട്. അഖിലമ്മയുടെ ഇത് അറിയുന്ന നിമിഷം ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. ഒരു പേടിയും വേണ്ട എന്റെ കെട്ടിയോൾക്ക്. ഈ പ്രേമത്തിനൊരു ത്രില്ല് വേണമെങ്കിൽ ഇങ്ങനെ ചില പ്രതിസന്ധികളൊക്കെ വേണം. പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കല്യാണം കഴിക്കുമ്പോഴല്ലേ കെട്ടിയോളെ പ്രേമം പ്രേമാവുന്നത്. അതൊക്കെ പോട്ടെ. നാളത്തെ രജിസ്റ്റർ മാരേജ് കൂടി കഴിഞ്ഞാൽ നമുക്കിടയിലെ പ്രതിസന്ധികളൊക്കെ മാറണം. ഒന്ന് പോയേ. കല്യാണി, கண்ணில் வைத்து காத்திருப்பேன் என்னவனாலும் உன்னெதிரில் நான் இருக்கும் ஒவ்வொரு நாளும் உச்சி முதல் பாதம் வரை வீசுது வாசம் தினமும் 1000 முறை பார்த்து முடித்தாலும் இன்னும் பார்த்திட சொல்லி பழுமனம் எங்கும் താരമേ താരമേ വാ എൽദൽ ശ്വാസമേ ശ്വാസമേ നീ ഉയിരേ വാ. അത് കണ്ടോ ആന്റി? ഒരു മൊയ്തീനും കാഞ്ചനമാലയും. ഇതിപ്പോ വിളിച്ച അഖിലാന്റിയെ കാണിച്ചു കൊടുക്കുന്ന കൊള്ളാം. നീ അടി ഇരുന്ന് വാങ്ങാനുള്ള പരിപാടിയാണോ? ഞാനോ നീയോ പോയി അഖിലയെ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും ഈ പ്രണയ ശലഭങ്ങൾ പാറിയങ്ങ് പോവും. അതെ, ആവശ്യമില്ലാത്ത അപവാദം പറഞ്ഞു പരത്തിയെന്നും പറഞ്ഞ അഖിലയുടെ കൈ എന്റെ കരണത്തായിരിക്കും പതിക്കുന്നത്. അപ്പോ ഇതെല്ലാം കണ്ട് മിണ്ടാതെ പോണോന്നാണ് ആന്റി പറയുന്നത്? ഗംഗേ, പതിയിരുന്ന് വേണം വേട്ടയാടാൻ. നാളെ അവൾക്ക് നമ്മൾ ഒരു ചതിക്കുഴി ഒരുക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക് അവള് വീഴും. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് അവളുടെ അന്ത്യോ. വാരിക്കുഴിയിൽ വീണുപോയ മാനിനെ പുലി പിടിക്കുന്നു കേട്ടിട്ടുണ്ടോ? അതെ, അതാ നടക്കാൻ പോകുന്നത്. അഖില കല്യാണിയെ കൊല്ലിച്ചിരിക്കും ഞാൻ. നീ വാ. കാര്യങ്ങൾ എന്തായാലും സുബണ്ണ പ്യൂണിനെ കയ്യിലെടുത്തോണ്ടേ നാളത്തെ രജിസ്ട്രേഷൻ അങ്ങോട്ട് നടക്കും. അതൊക്കെ സംഗതി ശരി തന്നെ. പക്ഷെ നാളെ എങ്ങനെ കല്യാണി രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കും? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിക്കാനുള്ള ആള് വന്നിട്ട് വേണ്ടേ? ഈ ബ്രോ ഇതെവിടെ പോയി കിടക്കുക? എടാ, താലി കെട്ടിയ പെണ്ണിനെ ഒളിച്ച് കാണാൻ പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആനന്ദ് ഇപ്പോഴും ഒരു കാമവനാണെന്ന കാര്യം നീ ഓർക്കണം. നീ നേരത്തെ കയറി കല്യാണം കഴിച്ചെന്ന് കരുതി ഞങ്ങൾ എന്ത് ചെയ്യാനാ? നേരത്തെ കയറി കെട്ടിയത് എന്റെ കഷ്ടകാലം. നിങ്ങളെയൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് അസൂയ. യാനയില്ലേ, അതിന് കൂച്ചുവലം കിടുന്ന പോലെ കല്യാണം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിയാൻ പറ്റില്ല. നിങ്ങളെ ഞാൻ കെട്ടിക്കും, കണ്ടോ? ബ്രോ വന്നാ എന്തായി കാര്യങ്ങള്?
ബുദ്ധിരാക്ഷസന്മാരൊക്കെ കൂടി നാളത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയോ? നാളത്തെ കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നത്. രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതല്ലോ ഓക്കെ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു 10 മണിയോടെ ഓഫീസിലെത്തിയാൽ മതി. അപ്പൊ ബ്രോയോ? കല്യാണി വിളപ്പുറത്തമ്മയെ കാണാൻ ഇറങ്ങും. ഞാൻ കല്യാണിയും കുട്ടി അങ്ങോട്ട് എത്തിയേക്കാം. ആ അത് മതി, അത് തന്നെ പ്ലാൻ. എന്നാ പിന്നെ അങ്ങനെ അരവിന്ദേ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ എന്റെ പൊന്നാര ബ്രോ നാളെ ഔദ്യോഗികമായിട്ട് ഒപ്പിടാൻ പോവല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. ആട്ടിൻകുട്ടിയെ പേപ്പട്ടിയാക്കുന്ന ആനന്ദിന്റെ ഓരോരോ വിദ്യകളെ. ഹാ, ഒടുവിലൊരു രജിസ്റ്റർ മാരേജ്. ഇത് ഞാൻ നടത്തില്ല. എന്താ ആന്റി ഇപ്പൊ ചെയ്യണ്ടേ? നീ സമാധാനമായി നിൽക്കുകങ്ങേ. ഞാനല്ലേ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിരിക്കും. ആന്റി ഇങ്ങനെ തൂണുപോലെ നിന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. ഡി മിണ്ടാതിരിക്കെ, ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തല ഞാൻ പൊളിക്കും. നിത്യശല്യായല്ലോ. എന്തായാലും ആ അടുക്കളക്കാരിയുടെ ചങ്കൂറ്റം അത് വരവ് വെച്ച് കൊടുത്തേ പറ്റൂ. ആന്റി ഈ വിഷയം അഖിലാന്റി അറിയിക്കുന്നതല്ലേ ബുദ്ധി. എടി, നീ പ്രിയങ്കയുടെ അനിയത്തി തന്നെയാണോ? എന്റെ ഗംഗേ, അതല്ല അതിന്റെ ബുദ്ധി. നേരിട്ട് ഈ വിവരം അഖില അറിഞ്ഞ ആദ്യം തോക്കെടുത്ത് നമുക്ക് നേരെയായിരിക്കും പൊട്ടിക്കുന്നത്. തന്ത്രപരമായി അഖിലയെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കണം. അവര് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന കൃത്യസമയത്ത് തന്നെ. ആ രംഗം കണ്ട അഖിലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഉടനടി തോക്കെടുത്ത് ടിഷ് പൊട്ടിക്കും. രജിസ്റ്റർ ഓഫീസാണോ മകനാണോ എന്നൊന്നും അഖില നോക്കില്ല. അടുക്കളക്കാരിയെയും മകനെയും അവിടെ വെച്ച് തന്നെ തകർക്കും. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊല്ലും. കൊല്ലും കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോ ആന്റിയുടെ മുഖം ശകുനിയെ പോലുണ്ട്. അയ്യോ എന്റെ ദൈവമേ, ഒരു കൂട്ടക്കൊല കാണാൻ നാളെ ഒരു അവസരം ഉണ്ടാക്കി തരണേ. എന്തൊരു സന്തോഷമായി മുഖത്ത്. എടി, അടുക്കളക്കാരിയെ കൊന്നാലും സ്വന്തം മകനെ കൊന്നാലും കോടതിക്ക് മുന്നിൽ കൊലയാളി എന്നും കൊലയാളി തന്നെ. അങ്ങനെ എല്ലാത്തിനെയും കൊന്ന് കയ്യിൽ വിലങ്ങും വെച്ച് അഖില സെൻട്രൽ ജയിലിലേക്ക് അങ്ങ് പോകും. പിന്നെ തൃച്ചംബരത്തെ മഹാറാണി ആരാ? ആരാ? ഈ ഞാൻ. എന്താ ഗംഗേ, നിനക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു സംശയമില്ല ആന്റി. അപ്പൊ നാളെയാണ് കലാശക്കൊട്ട്. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ, നോക്കിയിട്ട് മതി. അമ്മേ, എന്താ? ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. ഓഫീസിലേക്കല്ലേ? അത് അല്ലമ്മേ, നമ്മുടെ പുതിയ വർക്ക് സെറ്റ് ഇല്ലേ പൈങ്കുളത്ത്, അങ്ങോട്ടൊന്ന് പോണം. അതിന് നീയും സുബ്രും കൂടി പോയാ പോരെ? ആനന്ദിന്റെ ആവശ്യം എന്താ? അയ്യോ, ആനന്ദ് ഇവിടെ തന്നെ നിൽക്കട്ടെ. ആനന്ദും അടുക്കളക്കാരിയും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയാലല്ലേ
രണ്ടെണ്ണത്തിനെയും കൈയോടെ പിടിച്ചേൽപ്പിക്കാൻ പറ്റൂ. അതല്ലമ്മേ, ഇത് ബ്രോയില്ലാതെ നടക്കില്ലേ. ബ്രോ തന്നെ അവിടെ വേണം, വേറെ ആരും പറ്റൂല. നിന്റെ ഡ്യൂട്ടി നീ ചെയ്യും. അതിന് ആനന്ദിനെ കൊണ്ടുപോകുന്ന എന്തിനാ? ഇനി എന്നാ നീ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുന്നേ? അത് അമ്മ. എന്താ നിക്കുന്ന പറഞ്ഞത് കേട്ടില്ലേ? നീ പോയിട്ട് വാ. ചേച്ചി, അതെ, ഇടയ്ക്ക് കയറി അഭിപ്രായം പറയുന്നതിൽ ചേച്ചിക്ക് ഒന്നും തോന്നല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അരവിന്ദ് മാത്രം പോയാ മതിയോ? ആനന്ദും കൂടി പോകുന്നതല്ലേ അതിന്റെ ഒരു ശരി.